السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف الخلق وأفضلهم وأكملهم أجمعين، وعلى آله وصحبه وأتباعه إلى يوم الدين. أما بعد. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, മാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു ക്യാമ്പയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തിരുനബിയെ ഓർത്തും അവിടുത്തെ വാഴ്ത്തി പറഞ്ഞും അവിടുത്തെ സ്നേഹപ്രദാനങ്ങൾ പുണ്യാപദാനങ്ങൾ പാടിയും പറഞ്ഞുമൊക്കെയുള്ള ഈ ഒരു അനുഗ്രഹീതമായ നബിജന്മ മാസത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതം, അവിടുത്തെ ഷമായിൽ, ആ വിഷയത്തിലൂന്നി ആ പരിസരത്ത് നിന്ന് ഏതാനും കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുലുഖായിരുന്നു ഈ ക്യാമ്പയിനിൽ, ഈ പരമ്പരയിൽ പ്രമേയം, നബി തങ്ങളുടെ സ്വഭാവം. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽഖ്, അവിടുത്തെ സൃഷ്ടിപ്പ്, അല്ലെങ്കിൽ നബി തങ്ങളുടെ പ്രകൃതം, നബി തങ്ങളുടെ പ്രകൃതവും പ്രഭാവവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വേളയാണല്ലോ പരിശുദ്ധ റബീഉൽ അവ്വൽ. ഇമാം ബൂസിരി റഹിമഹുല്ലാ പറഞ്ഞ പോലെ ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ഇതായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാഖൻ നബിയ്യീന, അമ്പിയാക്കളെ തന്നെ മികച്ചു. പിന്നെ മറ്റുള്ള സൃഷ്ടിജാലങ്ങൾക്കൊക്കെ മികച്ചവരാണ് എന്ന് പറയേണ്ട കാര്യമല്ല. കാരണം സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും അത്യുന്നതരാണ് പ്രവാചകന്മാർ, അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ ഏറ്റവും മികച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ പിന്നെ സൃഷ്ടിജാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മികച്ചവർ പിന്നെ ആരുമില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, നബി തങ്ങളുടെ ആ ഖൽഖിൽ, അവിടുത്തെ ആ സൃഷ്ടിപ്പിൽ, അതുപോലെ വഫീ ഖുലുഖി, അവിടുത്തെ സ്വഭാവത്തിലും, പ്രകൃതത്തിലും, പ്രഭാവത്തിലും, സ്വഭാവത്തിലുമൊക്കെ മികച്ചില്ല എന്ന് മാത്രമല്ല, വലം യുദാനുഹു, അടുത്തുപോലും എത്തിയില്ല, അടുത്തെങ്ങും എത്തിയില്ല. 4 അയലത്ത് 7 അയലത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ അയലത്ത് പോലും എത്തിയില്ല. ഫി ഇൽമിൻ വലാ കറമി, ഒന്നിലും, ഇൽമിലാവട്ടെ കറമിലാവട്ടെ ഒന്നിലും. ഇമാം ബൂസിരി തന്നെ ഖസീദത്തുൽ ബുർദയിൽ മറ്റൊരു സ്ഥലത്ത് ഒരുപാട് വരികളുണ്ട്. ഖസീദത്തുൽ ബുർദയിൽ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യാപദാന വാഴ്ത്തലുകളാണല്ലോ. ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു സുമ്മ ഇസ്തഫാഹു ഹബീബൻ ബാരിഉൻ നസമി. ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഅന, അതാ പ്രഭാവമാണ്. വസൂറത്തുഹു, നബി തങ്ങളുടെ പ്രകൃതം, അവിടുത്തെ രൂപം, അവിടുത്തെ ഖൽഖും ഖുലുഖും എല്ലാം. സുമ്മ ഇസ്തഫാഹു ഹബീബൻ ബാരിഉൻ നസമി. ആ സുമ്മ എന്നത് ദിക്രിയായ തറാഹി, അതായത് പിന്നെ പറയുകയാണെങ്കിൽ ഇസ്തഫാഹു ഹബീബൻ ബാരിഉൻ നസമി. ബുർദയിൽ തന്നെ മറ്റൊരിടത്ത് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട 1-2 വരികൾ പാടിയിട്ട് അങ്ങോട്ട് കടക്കാമെന്ന് വിചാരിച്ചാണ്. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനസ്സഹാണ്. അൻ ശരീകിൻ ഫീ മഹാസിനിഹി, നബി തങ്ങളുടെ മഹത്വത്തിൽ, നന്മകളിൽ, മേന്മകളിൽ ഒരു പാർട്ട്ണർ, ഒരു പങ്കാളി വേറല്ല. അതിൽ നിന്ന് നബി തങ്ങൾ മുനസ്സഹാണ്. പൊതുവെ അള്ളാഹുവിൻ്റെ വിശേഷണമാണ് മുനസ്സഹാവുക, ശരീക്കിൽ നിന്ന് എന്നുള്ളത് അള്ളാഹിൻ്റെ വിശേഷണമാണല്ലോ. അള്ളാഹുവിന് ലൈസ കമിസ്ലിഹി ഷൈഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുമ്പോഴും മനുഷ്യരുടെ കൂട്ടത്തിൽ നബി തങ്ങളുടെ മഹാസിനോട് കടപിടിക്കുന്നവർ, തുല്യമായവർ ആരുമില്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. ജൗഹറുൽ ഹുസ്നി, ഹുസ്നിൻ്റെ മേന്മയുടെ, നന്മയുടെ, മഹത്വത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ ജൗഹർ, അതിൻ്റെ സത്ത, ഫീഹി നബിതങ്ങളിലാണ് കൂടിക്കൊള്ളുന്നത്. ഗൈറു മുൻഖസിമി, അത് പിന്നെ ഖിസ്മാവില്ല, മുൻഖസിമാവില്ല. അത് ഒരിക്കലും പിന്നെ വിഭജിക്കാൻ സാധ്യമല്ല. വേറെ ആർക്കെങ്കിലും കഷ്ണം വെച്ച് പൊട്ടിച്ചു കൊടുക്കാൻ കഴിയൂല. കാരണം അത് മുഴുവൻ നബിതങ്ങളിലാണ്. ജൗഹറുൽ ഹുസൻ, ഹുസനിൻ്റെ സത്ത കിടക്കുന്നത് നബിതങ്ങളിലാണ്. അതിൽ നിന്ന് പൊട്ടിച്ച് കഷ്ണമാക്കി വീതം വെച്ച് വേറെ ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളത് നടക്കൂല എന്നർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് വരികൾ. അക്രിം ബി ഖൽഖി നബിയിൻ സാനഹു ഖുലുഖു ബിൽ ഹുസ്നി മുസ്തമിലിൻ ബിൽ ബിർരി മുത്തസിമി. അക്രിം ബി ഖൽഖി റസൂലില്ലാഹി അക്രിം ബി ഖൽഖി നബിയിൻ സാനഹു ഖുലുഖു, നബി തങ്ങളുടെ ഖൽഖ്, അക്രിം എന്നുള്ളത് സീഗത്തി തഅജ്ജുബ്. അക്രിം ബി ഖൽഖി, മാ അക്രമ,
അക്രിം ബി ഖൽഖി നബിയ്യിൻ സാനഹു ഖുലുഖു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽഖും അവിടുത്തെ ഖുലുഖും ബിൽ ഹുസ്നി മുസ്തമിലിൻ ബിൽ ബിശ്രി മുത്തസിമി. ഇതൊക്കെ ബൂസൂരി ഇമാമിൻ്റെ ഖസീദത്തുൽ ബുർദയിലെ വരികളാണെങ്കിൽ ബൂസൂരിക്കും മുന്നേ റഹിമഹുല്ല ഇമാം മഹാനായ സഹാബി വര്യൻ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞത് ഷായിറുർ റസൂൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വരികളും പ്രശസ്താണല്ലോ. പിന്നെ ഹൈസു ഖാൽ അജ്മല മിൻക ലം തറ ഖത്തു ഐനി وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء وأجمل منك لم تر قط عيني. നബി തങ്ങളെക്കാൾ അജ്മലായി ഭംഗിയുള്ളവരായി ലം തറ ഖത്തു ഐനി എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല. വഅഹ്സന മിൻക ലം തലിദ് നിസാഉ അങ്ങയേക്കാൾ ഭംഗിയുള്ളവരായി ഒരു ഉമ്മമാരും ഒരു സ്ത്രീകളും പെറ്റിട്ടില്ല, ലോകത്തുണ്ടായിട്ടില്ല എന്നർത്ഥം, ഉണ്ടാവില്ല എന്നർത്ഥം. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി എല്ലാ ന്യൂനതകളിൽ നിന്നും വിമുക്തരായി അന്യൂനരായി അങ്ങ് വിളക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോളം എന്നല്ല, മനുഷ്യരിൽ ഏറ്റവും അക്മലായി അക്മലുന്നാസി ഖൽഖൻ വഖുലുഖ. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. അങ്ങ് എങ്ങനെയാണോ അങ്ങ് ആഗ്രഹിച്ചതുപോലെ അങ്ങ് ഓർഡർ ചെയ്ത് പടച്ചുണ്ടാക്കിയ മാതിരിയാണ്. അങ്ങ് എങ്ങനെ ആയിരിക്കണം എന്ന് അങ്ങ് വിചാരിച്ചു, അത് കവിഭാവനയാണ്. അങ്ങനെ ആയ പോലെ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാവനയാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാക്കൂലേ, ഒരു ശില്പി ഉദ്ദേശിച്ചുണ്ടാക്കുന്നത് പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആഗ്രഹിച്ചതുപോലെ. പൊതുവെ ഒരു മനുഷ്യർക്കും ഇല്ലാത്തൊരു കാര്യമാണല്ലോ. നമ്മളെങ്ങനെ ആയിരിക്കണം നമ്മളാരും വിചാരിച്ചവരല്ല. നമ്മുടെ ആകാരം, നമ്മുടെ വലിപ്പം, നമ്മുടെ നിറം, നമ്മുടെ ചൊങ്ക് ചേല്, നമ്മുടെ ആകാര സൗഷ്ഠവം ഏതാവട്ടെ, ആകാര ഭംഗിയോ രൂപഭംഗിയോ എന്തോ മനുഷ്യന്മാർക്ക് എഴുത ഒരു ദഹലുമില്ല. അത് അള്ളാഹു പടക്കുന്നതാണ്. അത് സ്രഷ്ടാവിന് മാത്രമുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ അത് നബി തങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കി ഓർഡർ ചെയ്തുണ്ടാക്കിയ മാതിരിയാണ് എന്നാണ് കവിഭാവന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്മലുന്നാസി ഖൽഖൻ വഖുലുഖ, ആ ഖൽഖുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സൃഷ്ടിപ്പ്, അല്ലെങ്കിൽ അവിടുത്തെ രൂപം, അവിടുത്തെ രൂപഭാവങ്ങളും ആ ആകാര ഭംഗിയും ഇതൊക്കെയാണല്ലോ ഷമായിൽ എന്ന് പറയാം. ഷമായിൽ പണ്ട് മുതലേ വലിയ ചർച്ചാ വിഷയമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ തന്നെ ഷമായിൽ ഒട്ടുമുഖ മുഹദ്ദിസീങ്ങളും പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഭാഗമാണ്. ഇമാം തിർമുദിയുടെ ഷമായിൽ, തിർമുദിയൊക്കെ വളരെ പ്രശസ്തമാണല്ലോ. അതുപോലെ ഒരുപാട് കുത്തുബുസ്സിയർ, അതുപോലെ കുത്തുബുൽ തവാരീഖ്, ഇതൊക്കെ ഹാഫില ബിദിക്രി ഷമായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഷമായിൽ പറയാന്നുള്ളത് അതന്നെ ഒരു അമലും ഇബാദത്തുമാണ്. നബി തങ്ങളെ പറ്റി പറയുക, ഓർക്കുക എന്നുള്ളത് അത് അമലാണ്, ഇബാദത്താണ്. അതൊക്കെ സ്വലാത്തിന്റെ ഭാഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തി പറയലാണ്. അപ്പോൾ ആ രീതിയിൽ നബി തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ അവിടുത്തെ ഷമായിലിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് തന്നെയാണ് നമ്മൾ ഇമാമിങ്ങളൊക്കെ പറഞ്ഞു. അടിസ്ഥാനത്തിൽ ഷമായിൽ നിന്നൊരല്പം, ഷമായിൽ അത് വല്ലാത്തൊരു ബഹറാണ്, ബഹറുൻ ലാ തുകദ്ദിലുഹു ദില. അത് പിന്നെ എന്താ പറയുക, അത്രയും വിശാലമായി എത്ര ബക്കറ്റിട്ട് കോരിയാലും അവിടെ കറങ്ങാത്ത വെള്ളമാണെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ എത്ര ബക്കറ്റിൽ നമ്മൾ കോരിയാലും കറങ്ങാത്ത വെള്ളമായിട്ട് അവിടെ കിടക്കുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷമായിൽ. അതിൽ നിന്ന് തബറുക്കാൻ അല്പം മാത്രം ഇമാം ഖാദി അയ്യാൽ തങ്ങളുടെ കിതാബ് ഷിഫ ഒക്കെ ഉപജീവനം ചെയ്ത്, അല്ലെങ്കിൽ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് കിതാബ് ഷിഫയെ ആധാരപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ചർച്ച അതേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അത്രക്കല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ, അത്രയല്ലേ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് തബറുക്കൻ തയമ്മുനം ബി ഷമായിൽ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷമായിൽ ഹദീസുകളിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. പ്രഗത്ഭരായ ഒരുപാട് സഹാബിമാർ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ, ബറാ ഇബ്നു ആസിബ്, ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും, അതുപോലെ ഇബ്നു അബി ഹാല, ഇബ്നു ജുഹൈഫ, ജാബിർ ഇബ്നു സമുറ, ഉമ്മു മഅബദ് ഇബ്നു അബ്ബാസ്, മുഅറദ് ഇബ്നു മുആയിഖിബ്, അതുപോലെ അബു തുഫൈൽ, ഖദ്ദാ ഇബ്നു ഖാലിദ്, ഹുസൈം ഇബ്നു ഫാത്തിഖ്, ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹും വറല്ലാഹും അജ്മഈൻ. ഇങ്ങനെ ഒരുപാട് സഹാബിമാർ അവരിൽ നിന്നൊക്കെ റിവായത്ത് ചെയ്യപ്പെട്ട, അവരിൽ നിന്നൊക്കെ നിവേദനം ചെയ്യപ്പെട്ട വചനങ്ങളിലായി, ഹദീസുകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷമായിൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അതിൽ നിന്നൊക്കെ സമാഹരിച്ചുകൊണ്ട്, പലയിടത്തും വന്നതൊക്കെ ഏറെക്കുറെ സമാഹരിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഇമാം ഖാദി അയ്യാൽ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബ് ഷിഫ ബി തഅരീഫ് ഹുഖൂഖി സയ്യിദിനൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഈ ഹദീസുകളിലൊക്കെ വന്ന, പലയിടങ്ങളിൽ നിന്നും വന്നത് ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം പറയാം.
കാന സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹറൽ ലൗൻ അദ്അജ അൻജല അഷ്കല അഹ്ദബൽ അഷ്ഫാർ അബ്ലജ അസജ്ജ അഖ്ന അഫ്ലജ മുദവ്വറൽ വജ്ഹ്. അങ്ങനെ പറഞ്ഞു പോകണം. നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹറൽ ലൗൻ, അവിടുത്തെ നിറം. അസ്ഹറൽ ലൗൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ ഏതാണ്ട് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശോഭയാണ്. അത് ഇസ്ദഹറ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ സഹറത്ത് പൂവിൻ്റെ ഭാവമാണല്ലോ. സഹറ, ഇസ്ദഹറ, അസ്ഹർ, സഹറ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് സഹറ, ഫാത്തിമത്തു സഹറ എന്ന് പേര് ഇടാനുള്ള കാരണമൊക്കെ മഹാന്മാർ പറയുന്നുണ്ട്. ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അത് സാന്ദർഭികമായി പറഞ്ഞു മാത്രം. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇട്ട പേരാണ് സഹറ എന്ന് പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു പേരിടാൻ അള്ളാഹുവിൻ്റെ ഒരു ഇൽഹാം, ഒരു വഹയ്യ് നബി തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഒരു ദിവ്യബോധനമുണ്ടായ അടിസ്ഥാനത്തിലാണ് ഫാത്തിമയുടെ കൂടെ ഫാത്തിമ എന്നതിൻ്റെ കൂടെ സഹറ എന്ന് പേരിട്ടത് എന്നൊരു കാര്യം പറയുന്നുണ്ട്. വേറൊരു വജുഹുമാന്മാർ പറയുന്നത് ഫാത്തിമ ബീവിയുടെ പ്രത്യേകത, നമ്മൾ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മേപ്പെട്ട് നോക്കുമ്പോൾ ചന്ദ്രനെ കാണുന്നില്ലേ, നക്ഷത്രങ്ങളെ കാണുന്നില്ലേ, നല്ല പ്രശോഭയാർന്ന നല്ല തിളക്കമാർന്ന വസ്തുക്കളായി നമ്മൾ നക്ഷത്രങ്ങളെ ചന്ദ്രനെയൊക്കെ കാണുന്ന പോലെ ആകാശലോകത്തുള്ളവർക്ക് മലായിക്കത്തിനും അതുപോലെ ആകാശലോകത്താരൊക്കെയുള്ള വെച്ചാൽ അവർക്കൊക്കെ കീപ്പെട്ട് ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ചില സൃഷ്ടികൾ, അതിൽപ്പെട്ടവരാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ആകാശത്ത് നിന്ന് കീപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ തിളങ്ങിയെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഫാത്തിമത്തു സഹറ എന്ന് പേരിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹറൽ ലൗൻ, നബി തങ്ങളുടെ നിറം അസ്ഹറ, നല്ല ശോഭയാർന്ന നിറമാണ്. അത് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്ന് പണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു നിറത്തിൻ്റെ വർണ്ണന അങ്ങനെ തന്നെയാണ്. അതുപോലെ മറ്റൊരു വിശേഷണം അദ്അജ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് നല്ല കടും കറുപ്പ് നിറം, അതാണ് അദ്അജ്. കണ്ണിൻ്റെ കൃഷ്ണമണി കറുത്തത്. അഞ്ചല എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ സാത്തു ശക്തി ലൈനാണ്, കണ്ണിൻ്റെ കീറൽ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ വിശാലമായത്. നമ്മൾ വിശാലാക്ഷി എന്നൊക്കെ പറഞ്ഞ പോലെ കണ്ണ് വിശാലാക്ഷൻ ആണ്. കണ്ണ് നല്ല കുറുങ്ങണ്ണ ചെറിയ കണ്ണല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺതടങ്ങൾ വിശാലമാണ്. കണ്ണുകൾ വിശാലമാണ്. കൺതടം എന്ന് മാത്രമല്ല, കണ്ണുകൾ തന്നെ ഷക്കുൽ ലൈൻ, കണ്ണിൻ്റെ കീറൽ എന്ന് പറഞ്ഞാൽ കണ്ണാണല്ലോ. ആ കണ്ണുകൾ വിശാലമാണ്. അഷ്കല എന്ന് പറഞ്ഞാൽ അത് ഹുംറത്തു ബയാദിൽ ഐനിനെ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണമാണ്. അഥവാ കണ്ണിൻ്റെ വെളുപ്പിൽ ഒരു ചുവപ്പ്. തനി വെളുപ്പല്ല, അപ്പോൾ ബാർബി ലുക്കായിരിക്കും തനി വെളുപ്പാകുമ്പോൾ. അങ്ങനെയല്ല, അതിന് ചെറിയ ഒരു ചമപ്പ്. എന്നാൽ ആ ചമപ്പ് കൂടിയിട്ട് ഒരു വികൃതം അല്ലെങ്കിൽ അതിനോടൊരു ഭംഗിക്കുറവ് അതുണ്ടാവില്ല. അതിൻ്റെ ഏറ്റവും ഭംഗിയാർന്ന രൂപം എങ്ങനെയാണോ അങ്ങനെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകളിലെ വെണ്മയിൽ ഒരു ചെറിയ ഒരു ചമപ്പിൻ്റെ അരുണിമ ശോണിമ എന്നൊക്കെ പറഞ്ഞ മാതിരി കണ്ണിൻ്റെ വെണ്മയിൽ ഒരു അരുണിമ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകളുടെ പ്രത്യേകത. പിന്നെ പറയുന്നു അഹ്ദബൽ അഷ്ഫാർ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഇമരോമങ്ങൾ മുളക്കുന്ന ഇമരോമം അല്ലെങ്കിൽ ഇമ മുളക്കുന്നത് കണ്ണിൻ്റെ കൺപോളകളിലാണല്ലോ. ആ കൺപോളകൾ ഇമ മുളക്കുന്ന ആ കൺപോളകളുടെ ഭാഗം അത് വളരെ വളരെ ഭംഗിയാർന്നത്, വളരെ മനോഹരമായത് എന്നർത്ഥം. ഇമ മുളക്കുന്ന പോളയുടെ അഗ്രം അതുപോലും വർണ്ണിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, 1500 കൊല്ലം മുമ്പ് ജനിച്ച 10-14 നൂറ്റാണ്ട് 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ച ഒരു മഹാന്റെ കണ്ണിൻ്റെ ഇമരോമങ്ങൾ മുളക്കുന്ന കൺപോളകളുടെ അഗ്രത്തിൻ്റെ ഭംഗി പോലും വളരെ വ്യക്തമായി ചരിത്രത്തിൽ രേഖപ്പെട്ടു കാണുന്നു എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൻ്റെ ആ പകൽ വെളിച്ചത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. എല്ലാം ഡോക്യുമെന്റഡ് ആണ്. അവിടുത്തെ എല്ലാം സ്വഭാവവും അവിടുത്തെ വർണ്ണനകളും അവിടുത്തെ രൂപഭംഗിയും എല്ലാം കൃത്യമായി ഡോക്യുമെന്റഡ് ആണ് എന്നത് തന്നെ അവിടുത്തെ പ്രത്യേകതയാണ്. അബ്ലജ എന്ന് പറഞ്ഞാൽ വളരെ ബ്രൈറ്റായ, വളരെ പ്രശോഭയാർന്ന എന്ന് തന്നെ അർത്ഥം. അസജ്ജ എന്ന് പറഞ്ഞാൽ പുരികം വളഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു ഭംഗി കുറവുള്ള വളച്ചിലല്ല. അത് തൂലിഹി വംതിദാദി, നല്ല നീളമുണ്ട്, എന്നാൽ അതിന് നല്ല ഭംഗിയാർന്ന, എന്നാൽ ചെറിയ അതിൻ്റെ ആ ഒരു വളവ്, അതിനെ ഭംഗി കൂട്ടുന്ന ഒരു വളവ്. അസജ്ജ, അതാണ് അസജ്ജ്. അഖ്ന എന്ന് പറഞ്ഞാൽ മൂക്കിന് സൗന്ദര്യമാർന്ന ഒരു വളവ്.
മുഹ്ദൗദബൽ അംഫ്, മുഹ്ദൗദിബൽ അംഫ്. ഇഹ്ദൗദബ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ വളവാണ്. ആ മൂക്കിന്റെ വളവ് ഒരു വൈരൂപ്യം പോലെയുള്ള വളവല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിന്റെ വളവ് എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ സൗന്ദര്യം എങ്ങനെയാണോ, ഏറ്റവും ഭംഗിയാർന്ന മൂക്കിന്റെ ആകാരം അല്ലെങ്കിൽ മൂക്കിന്റെ ആകൃതി, ആകാരമല്ല ആകൃതി എങ്ങനെയാണോ ആ ആകൃതിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിനുണ്ടായിരുന്നത്. അഫ്ലജ, അഫ്ലജ എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ലുകൾ, സനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻനിരപ്പല്ലുകൾ അത് വളരെ കൃത്യതയാർന്ന രൂപത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻനിര പല്ലുകളൊക്കെ, പ്രത്യേകിച്ച് മുൻനിര പല്ലുകൾ ചിരിക്കുമ്പോഴൊക്കെ അതാണ് കാണുക, അത് വളരെ ചിട്ടയാർന്ന, വളരെ വ്യവസ്ഥയാർന്ന, വളരെ നിരയൊത്ത മുൻപല്ലുകൾ. ഹദീസുകൾ തുടരുന്നു. മുദവ്വറൽ വജ്ഹി, മുഖം മുദവ്വറാണ്. മുദവ്വർ എന്ന് പറഞ്ഞാൽ ദവറാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം അത് നല്ല വട്ടമൊത്ത മുഖമാണ്. വട്ടമുഖത്ത മുഖം എന്ന് പറഞ്ഞാൽ തനി കുടുക്കമുഖം നടത്തതല്ല, അതിൻ്റെ ഭംഗിയാർന്ന രൂപത്തിലുള്ള ഒരു വട്ടമൊത്ത മുഖം. മുദവ്വറൽ വജ്ഹ്. വാസിഅൽ ജബീൻ, അവിടുത്തെ നെറ്റിത്തടം വിശാലമാണ്. കസ്സൽ ലിഹ്യ, താടി വളരെ സമൃദ്ധമാണ്. തംലഉ സദ്റഹു, നെഞ്ചോളം, നെഞ്ചുഭാഗത്തിന്, നെഞ്ചിൻ്റെ മുകൾ ഭാഗത്തെയൊക്കെ നിറക്കുന്ന വിധം സമൃദ്ധമായ താടിയുള്ളവരാണ്. സവാ അൽ ബത്തുൻ, നബിതങ്ങളുടെ വയറ്. സവാ അൽ ബത്തുനി വസ്വദർ, നബിതങ്ങളുടെ നെഞ്ചും അവിടുത്തെ വയറും, നെഞ്ചും വയറും സവാ ആണ്, ഫ്ലാറ്റ് ബെല്ലിയാണ്, കുടവയറണല്ല. കുടവയറ് ഒരു ഭംഗി കുറവാണ്. പുരുഷ സൗന്ദര്യത്തിലും സ്ത്രീ സൗന്ദര്യത്തിലും ഒക്കെ പിന്നെ കുടവയറ് എന്നുള്ളതൊരു ഭംഗിയല്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ്, അവിടുത്തെ നെഞ്ച്, അത് രണ്ടും സവാ ആണ് എന്ന് പറഞ്ഞാൽ ഒരു നൂലിങ് വെക്കുകയാണെങ്കിൽ അത് കൃത്യമായും അത് ഒരേ രേഖയിലാണ് വരിക എന്നർത്ഥം. അപ്പോൾ ഫ്ലാറ്റാണ്. നെഞ്ച് വളരെ വിശാലമാണ്, നല്ല നെഞ്ച്, നല്ല ഭംഗിയാർന്ന നെഞ്ചാണ്, വിശാലമാണ്. അതിനൊക്കെ ഒരു വർണ്ണനകൾ വേറെയുണ്ട്. ബത്തുനും അതുപോലെ അതിനോടൊപ്പമാണ്, ഫ്ലാറ്റാണ്. സവാ അൽ ബത്തുനി വസ്സദർ, വയറും അവിടുത്തെ നെഞ്ചും സവാ ആണ്, ഒരേപോലെയാണ്. വാസിഅ സദർ, അടുത്ത വരിയിൽ അല്ലെങ്കിൽ അടുത്ത വാചകത്തിൽ സദറിനെ കുറിച്ചുള്ള വാസിഅ സദർ, നല്ല വിരിഞ്ഞ മാറിടമാണ്, വിരിഞ്ഞ നെഞ്ചാണ്. അളീമൽ മൻകിബൈൻ, അവിടുത്തെ രണ്ട് മൻകിബൈൻ, തോളല്, ചുമല്. അളീമൽ മൻകിബൈൻ, ചുമലുകൾ. അതൊക്കെ പുരുഷ സൗന്ദര്യത്തിന്റെ വിശേഷണങ്ങളാണല്ലോ. അളീമൽ മൻകിബൈൻ, ചുമലുകളൊക്കെ ഇങ്ങനെ ഇറുകിയതായിട്ടല്ല, അതിങ്ങനെ അളീമായിട്ടാണ്. അത് നല്ല വികസിച്ച് അല്ലെങ്കിൽ നല്ല വലുപ്പത്തിലുള്ള നല്ല എന്താ പറയുക, മഹത്വമാർന്നതാണ്. അളീമൽ മൻകിബൈൻ ദഹ്മൽ ഇളാം, എല്ലുകളൊക്കെ നല്ല ബലമുള്ളത്, നല്ല എല്ലാണെന്ന് പറഞ്ഞാൽ മസിൽ, എല്ല്, അതൊക്കെ അർത്ഥം, പേശികൾ, എല്ലുകളൊക്കെ ലഹ്മാണ്. അബലൽ അതുദൈൻ എന്ന് പറഞ്ഞാലും അതന്നെ. അതുദൈൻ എന്ന് പറഞ്ഞാൽ തോളലൊക്കെ, അതൊക്കെ അത് ലഹ്മാണ് എന്നർത്ഥം. അബലൽ അതുദൈൻ ഐ ലഹ്മഹുമ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച്, അവിടുത്തെ ചുമല്, അവിടുത്തെ കൈകാലുകൾ, അവിടുത്തെ തോള്, അതൊക്കെ അതിൻ്റെ വിശാലത, അതിൻ്റെ ആ സമൃദ്ധി, അതിൻ്റെ ആ രൂപഭംഗിയാണ് ഈ ഹദീസുകളിൽ, വചനങ്ങളിലൊക്കെ കാണുക. ദിറായിൻ, അതുദൈനി ദിറായിൻ, ചുമല്, തോളല് എന്ന് മാത്രമല്ല, ദിറായിൻ, ഇവിടെ ദിറാകൾ. അതുപോലെ വൽ അസാഫിൽ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുമ്പോൾ പുറത്ത് കാണുന്നത്, വസ്ത്രം ധരിക്കുന്ന സമയത്ത് തന്നെ പുറമേക്ക് കാണുന്നത്. ആണുങ്ങൾ കന്തൂറെ കെട്ടാൽ പുറത്തേക്ക് കാണുന്നത് മുൻകൈ, അതുപോലെ കാലിൻ്റെ കാൽപാദങ്ങളൊക്കെയാണല്ലോ, അതാണ് അസാഫിൽ എന്ന് പറയാം. ആ അസാഫിലൊക്കെ അതുപോലെ അതുപോലെ താഴ്ഭാഗത്തുള്ളത് ഫഹദൈനിലും അതുള്ള അസാഫിൽ പെടും. അൽ ഫഹദൈൻ വസാഖൈൻ, ഇതാണ് അസാഫിൽ. അൽ ഫഹദൈൻ വസാഖൈൻ, അതായത് രണ്ട് തുടകളും അതുപോലെ രണ്ട് കണങ്കാലുകളും, അതാണ് അസാഫിൽ. ആ അസാഫിലൊക്കെ അതും ഇതുപോലെ തന്നെ വളരെ നല്ല ഉഷാറുള്ളതാണ്, നല്ല ബലവത്തായതാണ്, അതോടൊപ്പം നല്ല ഭംഗിയാർന്നതാണ്. റഹ്ബൽ കഫൈൻ, വിധങ്ങളുടെ കഫ്, അവിടുത്തെ മുൻകൈ റഹ്ബാണ്, വിശാലമാണ്. ഇറുകിയ കൈകളല്ല, കുടുങ്ങിയ കൈയല്ല, നല്ല വിശാലമായ വലിയ കൈകളാണ്. റഹ്ബ് വലിയ എന്ന് പറഞ്ഞാൽ അത് ഒരു അഭംഗി തോന്നുന്ന വിധത്തിലുള്ള വലുപ്പമല്ല പറഞ്ഞത്, ഭംഗിയാർന്ന രൂപത്തിലുള്ള. റഹ്ബൽ കഫൈൻ, അത് വിശാലമായതാണ്. വൽ ഖദമൈൻ, ഇവിടുത്തെ കാൽപാദങ്ങളും വിശാലമാണ്. സായിലൽ അത്റാഫ് എന്ന് പറഞ്ഞാൽ തൊവീലൽ അസാബിഅ, കൈകളിലെയും കാലുകളിലെയും വിരലുകൾ അത് തൊവീലാണ്, നീളമുള്ള വിരലുകളാണ്. സായിലൽ അത്റാഫ്,
അൻവർ അൽ മുത്തജരീദ്. അൻവർ നേരത്തെ പറഞ്ഞത് ഇവിടെയാണ്. അൻവർ അൽ മുത്തജരീദ്. മുത്തജരീദ് എന്ന് പറഞ്ഞാൽ വസ്ത്രം അണിയുന്ന സമയത്ത് പുറത്ത് കാണുന്ന ഭാഗം. നമ്മൾ നേരത്തെ അസാഫിന് പറഞ്ഞത് ഇവിടെ വെക്കുക. മുത്തജരീദ് തജറദ എന്ന് പറഞ്ഞാൽ വിട്ട് തനിച്ചു എന്നാണല്ലോ. അതായത് വസ്ത്രം അണിയുമ്പോൾ, ആണുങ്ങൾ വസ്ത്രമൊക്കെ അണിയുമ്പോൾ പുറത്ത് കാണുന്നത് ഇപ്പോൾ മുൻകൈ, അതുപോലെ കാൽപാദം, ഇതൊക്കെ അൻവർ അൽ മുത്തജരീദ്. അതൊക്കെ പ്രശോഭയാർന്നതാണ്, നൂറുള്ളതാണ്, വെളിച്ചമുള്ളതാണ്. ദഖീഖ് അൽ മസ്റൂബ. അൽ മസ്റൂബ, മസ്റൂബത്ത് എന്ന് പറഞ്ഞാൽ നെഞ്ചു മുതൽ പിന്നെ പൊക്കിള് വരെ നീളുന്ന രോമത്തിന്റെ ഒരു ഹൈത്ത്, രോമത്തിന്റെ ഒരു നൂല്. അൽ മസ്റൂബ ഹൈത്തു ഷാർ ബൈന സ്വദ്രി വസ്സുറ. നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ, നെഞ്ചിനെയും പൊക്കിളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രോമത്തിന്റെ ഒരു നേർവര. അത് വളരെ ദഖീഖാണ്. അത് വളരെ ദഖീഖാണെന്ന് പറഞ്ഞാൽ അത് വളരെ ഭംഗിയാർന്ന രൂപത്തിലാണ്. അതിങ്ങനെ ഒരുപാട് മുടികളും രോമങ്ങളും അവിടെ സമൃദ്ധമായി വളർന്നാൽ അതൊരു ഭംഗിയാണ്. ചെറിയ നേർത്ത ഒരു രേഖ പോലെ ഈ മസ്റൂബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുനെഞ്ചും അവിടുത്തെ പൊക്കിളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ രോമങ്ങളുടെ ഒരു നേർവര, ദഖീഖൽ മസ്റൂബ. റബഅത്തുൽ ഖദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാരം, അതിന്റെ ഭംഗി പറയണം. ലൈസ ബിത്വീലിൽ ബാഇനി വലൽ ഖസീരിൽ മുതറദ്ദിദ്. അഭംഗി തോന്നുന്ന രൂപത്തിലുള്ള ഏറിയ നീളം, വളരെ നീളമുള്ളവർ. ഒരു നീളം കോരി എന്ന് പറയാൻ പറ്റുന്ന നീളം അങ്ങനെയല്ല, എന്നാലോ വളരെ ഒരു കുറുതായിട്ടുള്ള ആൾ, കുള്ളൻ എന്ന് പറയാൻ പറ്റിയ ആ ഖസീർ അതുമല്ല. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാരം. എന്നാൽ അതോടൊപ്പം തന്നെ വമഅ ദാലിക ഫലം യകുൻ യുമാശിഹി അഹദുൻ യുൻസബു ഇല തൂലി ഇല്ലാ ത്വാവല. പക്ഷെ അതോടൊപ്പം തന്നെ നീളമുള്ള ഒരാളാണ് എന്ന് പറയപ്പെടാൻ പറ്റിയ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അങ്ങനെ തമാശയായി നടക്കുകയാണെങ്കിൽ, തങ്ങളൊപ്പം നടക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരിക്കും നീളം. അതൊരു മുഅ്ജിസത്താണ്. പൊതുവെ ഒരാളെ പറ്റി ഒരു നീളമുള്ള ആൾ, ഒരു നീളൻ അല്ലെങ്കിൽ നീളമുള്ള ആൾ എന്ന് പറയപ്പെടുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നബി തങ്ങളെക്കാളും നീളം അയാൾക്ക് തോന്നൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ ആയിരിക്കും അപ്പോൾ ആകാരം കൂടുതൽ, അവിടുത്തെ നീളം, അവിടുത്തെ ഉയരം കൂടുതൽ എന്നർത്ഥം. ഇല്ല ത്വാവല റജില ഷാർ. നബി തങ്ങളുടെ മുടിയുടെ വിശേഷണമാണ്. റജിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നായിട്ട് എന്താ പറയാ, ഈ ചുരുളൻ മുടിയല്ല, വളരെ ചുരുണ്ടതുമല്ല, എന്നാലോ കോലൻ മുടിയല്ല. കോലൻ മുടി അതൊരു വൃത്തികേടായിരിക്കും, അല്ലെങ്കിൽ ഭംഗി കുറവാണ്. നെല്ലങ്ങ് കോല് പോലുള്ള മുടി, മുള്ളമ്പന്നിന്റെ ഒക്കെ മാതിരിയുള്ള കോല് പോലുള്ള മുടി, അത് ഭംഗി കുറവാണ്. എന്നാൽ വളരെ ചുരുളനായിട്ടുണ്ടായാലും അതും ഒരു ഭംഗി കുറവാണ്. അപ്പൊ അന്ന ചുരുളമുടിയല്ല, കോലമുടിയല്ല എന്ന് പറഞ്ഞാൽ ഭംഗിയാർന്ന രൂപത്തിലാണ് ഇവിടുത്തെ മുടി രോമങ്ങൾ. റജില ഷാർ. തങ്ങൾ ചിരിച്ചാൽ പുറത്ത് കാണാൻ മിഥിലി സനൽ ബറക്ക്. ബറക്ക് എന്ന് പറഞ്ഞാൽ മിന്നലിന്റെ പ്രകാശം പോലെ, ഒരു മിന്നലിന്റെ പ്രകാശം പോലെ നബിതങ്ങളൊന്ന് ചിരിച്ചാൽ മിന്നൽ പിണര് പോലെ എന്ന് പറഞ്ഞാൽ ഭംഗിയാണ്, മിന്നൽ പോലെ പ്രകാശിക്കും. വാൻ മിസ്ലി ഹബ്ബിൽ ഗമാം. അതുപോലെ ആലിപ്പഴത്തിന്റെ ഗ്രെയിൻസ് പോലെ. ഹബ്ബുൽ ഗമാം എന്ന് പറഞ്ഞാൽ ആലിപ്പഴം. ആലിപ്പഴത്തിന്റെ വെണ്മ, അതിന്റെ ആ വിശുദ്ധി, അങ്ങനെ വെണ്മയാർന്ന ആലിപ്പഴം പോലെയുള്ള പല്ലുകൾ കാട്ടിച്ചിരിക്കുന്നർത്ഥം. ഇഫ്തറ അൻ മിസ്ലി സനൽ ബറഖ് വഅൻ മിസ്ലി ഹബ്ബിൽ ഗമാം വഇദാ തകല്ലമ. നബിതങ്ങൾ സംസാരിച്ചാലോ റൂയ കന്നൂർ യഖ്റുജു മിൻ സനായാ. നബിതങ്ങൾ സംസാരിക്കുമ്പോൾ അവിടുത്തെ മുൻപല്ലുകളിൽ നിന്ന് പ്രകാശം ഉതിർന്നു വീഴുന്നത് പോലെ, പ്രകാശത്തിന്റെ പൊട്ടുകൾ ഉതിർന്നു വീഴുന്നത് പോലെ തോന്നും. വെളിച്ചം ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും അവിടുത്തെ തിരുവായിൽ നിന്ന്. അഹ്സനന്നാസി ഉനുഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരടിയുടെ ഭംഗിയാണ് പറഞ്ഞത്. നബി തങ്ങളുടെ പെരടിക്ക് തന്നെ വളരെ ഭംഗിയാണ്. അത്ര നല്ല പെരടി വേറെ ആർക്കില്ല. അഹ്സനന്നാസി ഉനുഖ ലൈസ ബിമുതഹമിൻ വലാ മുകൽസം. നബി തങ്ങളുടെ മുഖത്തിനെ പറ്റി പറയാണ്, അതിങ്ങനെ കുടുങ്ങിയ ഒരു മുഖമല്ല, അഭംഗി തോന്നുമാറ് കുടുങ്ങിയ ഒരു ഉരുളിച്ച ആ മുഖത്തിനില്ല. അതുപോലെ അതിന് മുക്കൽസം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒരു ചുളുങ്ങിക്കൂടിയ അങ്ങനത്തെ ഒരു മുഖമല്ല. മുത്തഹം എന്ന് പറഞ്ഞാൽ അധികം തുടുത്തത്, ഇറച്ചിയൊക്കെ നല്ലോണം കൂടി അവിടെ ഇവിടെയൊക്കെ ഇറച്ചി തൂങ്ങിയതും തുടുത്തതുമായ ഒരു മുഖം, കാഴ്ചക്ക് ഒരു ഭംഗി കുറഞ്ഞ രൂപം അതല്ല. ലൈസബി മുത്തഹമിൻ വലാ മുകൽസം മുതമാസിക്കൽ ബദൻ. മുതമാസിക്കൽ ബദൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ശരീരാവയവങ്ങളൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പരസ്പരം നല്ല ബന്ധിതമാണ്. മുതമാസിക്കൽ ബദൻ. മുതമാസിക്കൽ ബദൻ യുംസികു ബഅദുഹു ബഅദ. പരസ്പരം ശരീരങ്ങളൊക്കെ പരസ്പരം നല്ല ഒരു മുൻസജീമാണ്, നല്ല ഒരു താളൈക്യമാണ്. നബി തങ്ങളുടെ അവയവങ്ങൾ തമ്മിലുള്ള ഒരു താളൈക്യമാണ്, തമ്മിൽ നല്ല സുരക്ഷ, നല്ല കെമിസ്ട്രിയാണ്. അവയവങ്ങൾ തമ്മിൽ തന്നെ നല്ല കെമിസ്ട്രിയാണ്. മുതമാസിക്കൽ ബദൻ, പരസ്പരം നല്ല ഒരു മേൽമുലാപ്പിലാണ്.
ദർബൻ ലഹം ഐ ഖലീലൽ ലഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മൊത്തം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒരു ഇറച്ചിക്കട്ട എന്ന് പറയാൻ പറ്റില്ല. എന്നാണ്ട് ഇറച്ചി തൂങ്ങിയതുപോലെയല്ല. ഓവർ ഇറച്ചി തൂങ്ങിയതൊരു ഇതാണല്ലോ, അത് ഭംഗി കുറവാണല്ലോ. ഇറച്ചി തൂങ്ങുക എന്ന് പറഞ്ഞാൽ ഫാറ്റൊക്കെ കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ കൊഴുപ്പൊക്കെ കൂടുമ്പോഴാണ് ഇറച്ചി ഇങ്ങനെ തൂങ്ങുക. അവിടെയും ഇവിടെ നമ്മുടെ വയറ്, അതുപോലെ കൈകാലുകൾ, ശരീരത്തിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ഇറച്ചിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കളിക്കുമ്പോൾ അതൊരിതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ആൾക്കാർ ജിമ്മിൽ പോകുന്നതും മറ്റുള്ളതൊക്കെ ഇറച്ചിൻ്റെ ആ ഭാഗം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ടൈറ്റ് ഫിറ്റ് എന്നുള്ള പറയാൻ തന്നെ, ഫിറ്റ് ബോഡി എന്നുള്ള പറയാം. ഫിറ്റ്നസ് കാണിക്കുന്നത് എന്താ, ഇറച്ചി കുറവ്, പേശിയൊക്കെ ഉഷാറായിരിക്കും. ഇറച്ചിൻ്റെ ഭാഗം ഇറച്ചി തൂങ്ങലുണ്ടാവില്ല. അതാണ് ദർബൽ ലഹം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഫിറ്റ് ബോഡിയാണ് എന്നർത്ഥം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഭംഗി, രൂപഭംഗിയും ആകാര സൗഷ്ഠവവും അതുപോലെ തന്നെ ആ രൂപലാവണ്യവും ഒക്കെ വർണ്ണിക്കുന്ന ഹദീസുകൾ ഒരുപാടുണ്ട്. 1-2 മാത്രം പറയാം. സഹാബി വര്യൻ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം ഒരു രാത്രി ഉണ്ടായ ഒരു അനുഭവം പറയാൻ, നബി തങ്ങളെ കാണുന്ന ഒരു രംഗം നല്ല ഭാവാത്മകമായി, കാവ്യാത്മകമായി അദ്ദേഹം അത് വർണ്ണിക്കുക. അദ്ദേഹം പറയാം, മാ റഅയ്തു മിൻ ദീ ലിമ്മത്തിൻ ഫീ ഹുല്ലത്തിൻ ഹംറാ അഹ്സന മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം ഭംഗിയുള്ള അദ്ദേഹം കണ്ട ഒരു രൂപം പറയാണ്. ഒരു മുടിയൊക്കെ റസൂലുള്ളാഹിന്റെ മുടി 2 ഭാഗങ്ങളിലും നന്നായിട്ട് മുടിയൊക്കെ വച്ച സമയങ്ങളുണ്ട്, മുടി കളഞ്ഞ സമയമുണ്ട്. നല്ല മുടി, അത്യാവശ്യമൊക്കെ മുടിയുള്ള സമയത്തുള്ള ഒരു വർണ്ണനയാണ് അദ്ദേഹം പറയുന്നത്. ഫീ ഹുല്ലത്തിൻ ഹംറാ, നല്ല ഒരു ചുവപ്പ് കളറുള്ള വസ്ത്രമൊക്കെ. എപ്പോഴും നബി തങ്ങൾക്ക് ചുവപ്പ് കളറുള്ള വസ്ത്രമല്ല അണിഞ്ഞത്, വെള്ള വസ്ത്രം അണിയാൻ നിർദ്ദേശിച്ചതാണല്ലോ. ഇൽബസുൽ ബയാൽ വകഫിനു ഫിഹാ മൗതാക്കും എന്നൊക്കെ ഉണ്ടല്ലോ. വെള്ള വസ്ത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ചില മേൽവസ്ത്രങ്ങളോ ചില മേൽമുണ്ടുകളോ ചില വിശിഷ്ടാവസരങ്ങളിലൊക്കെ നബി തങ്ങൾ ചുമപ്പൊക്കെ ധരിച്ചിട്ടുമുണ്ട്. മക്ക ഫതഹിൻ്റെ അന്ന് കറുപ്പ് വസ്ത്രം ധരിച്ചതൊക്കെ ഉണ്ടല്ലോ. അത് അതിൻ്റെതായ ഒരു അതിൻ്റെ ആ പ്രൗഢിയും അതിൻ്റെ ഹൈബത്തും വഖാറും ഒക്കെ തോന്നിക്കാനുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വസ്ത്രങ്ങളുടെ നിറങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ രംഗം ആ ഒരു സീനിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഹുല്ലത്തുൻ ഹംറാ, നല്ല ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് മുടിയുടെ ചില ഭാഗങ്ങളൊക്കെ ചെവിയുടെ ഇരുവശങ്ങളിലുമായി മുടിരോമങ്ങൾ, തലയുടെ ചില മുടികളൊക്കെ ഇങ്ങനെ തൂങ്ങുന്ന ആ ഒരു രംഗം കണ്ടിട്ട് അദ്ദേഹം പറയാം, അത്ര സുന്ദരനായൊരു മനുഷ്യനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന വേറെ ഹദീസാണ്, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്ന അശ്-ശംസ തജ്രീ ഫീ വജ്ഹിഹി വഇദാ ലഹിക യതലഅലഉ ഫിൽ ജുദുർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരാളെയും ഒരു വസ്തു ഞാൻ കണ്ടിട്ടില്ല, ഒരാളെ എന്നല്ല ഒരു ഷൈഇനെയും കണ്ടിട്ടില്ല. കഅന്ന അശ്-ശംസ തജ്രീ ഫീ വജ്ഹി, അവിടുത്തെ മുഖത്തിലൂടെ സൂര്യൻ ഇങ്ങനെ ഓടുന്ന പോലെയാണ്. സൂര്യൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ഇങ്ങനെ, എന്താ പറയുക, മുഖത്ത് സൂര്യശോഭയുടെ ഒരു ആന്തോളനം, ആ മുഖത്ത് ഇങ്ങനെ സൂര്യൻ്റെ ഒരു സഞ്ചാരം ആ മുഖത്ത് ഇങ്ങനെ കാണാം. വൈദാ ലഹിക യതലഅലഉ ഫിൽ ജുദുർ, നബിതങ്ങൾ വല്ലാത്ത വർണ്ണനയാണ്. നബിതങ്ങൾ ചിരിക്കുകയാണെങ്കിൽ പരിസരങ്ങളിലുള്ള ചുമരുകളിൽ തട്ടിയിട്ട് അതിങ്ങനെ വിളങ്ങും. ആ ചിരിയുടെ പ്രകാശം, നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ ആ ചിരിയുടെ പ്രകാശം പരിസരങ്ങളിലുള്ള ചുമരുകളിൽ പ്രതിജ്വലിക്കുന്നർത്ഥം, പ്രോജ്വലിക്കും. വൈദാ ലഹിക, നബിതങ്ങൾ ചിരിച്ചാൽ, യതലഅലഉ, തിളങ്ങും, ഫിൽ ജുദുർ, ജിദാറിന്റെ ബഹുവചനമാണ് ജുദുർ, ചുമരുകളിൽ തിളങ്ങും. ജാബിർ ബിൻ സമറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വഖാല ലഹു റജുൽ, ജാബിർ ബിൻ സമറ റളിയല്ലാഹു അൻഹുവോട് ഒരാൾ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വാളുപോലെയായിരുന്നോ? ഹൽ കാന വജ്ഹുഹു മിഥല സൈഫ്, ആ ശോഭയുടെ വിഷയത്തിലാണ് ചോദിച്ചത്, അല്ലാതെ വാളുപോലെ മുഖം എന്ന് പറഞ്ഞാൽ അത്രയും വാളിന് എത്ര നീണ്ടിട്ട് മുഖം ഉണ്ടാവില്ലല്ലോ. പക്ഷെ അതിന്റെ പ്രശോഭ വാളുപോലെയായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഫഖാല ലാ ബൽ കാന മിഥല ശംസി വൽ ഖമർ, വാളുപോലെ എന്നല്ല നബി തങ്ങളെ പറ്റി വർണ്ണിക്കാൻ പറയാ, അല്ലെങ്കിൽ നബി തങ്ങളെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറയാൻ പറ്റുക. ബൽ മിഥല ശംസി വൽ ഖമർ, സൂര്യനെ പോലെയോ ചന്ദ്രനെ പോലെയോ ആയിരുന്നു. വകാന മുസ്തദീറാ, അത് മുസ്തതീലൻ കസൈഫ് അല്ല, വാളുപോലെ മുസ്തതീലല്ല, അത് ബദർ പോലെ മുസ്തദീറാണ്. വഖാലത്ത് ഉമ്മു മഅബദിൻ ഫീ ബഅദി മാ വസഫതുഹു ബിഹി അജ്മലൻ നാസി മിൻ ബഈദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയാ, അജ്മലുൻ നാസി മിൻ ബഈദ്, ദൂരെ നിന്ന് നോക്കുമ്പോഴേ ജനങ്ങളിൽ ഏറ്റവും സുന്ദരനാണ്. വഅഹ്ലാഹും വഅഹ്സനുഹും മിൻ ഖരീബ്, അടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും മധുരമൂറുന്ന അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയേറിയ രൂപം തന്നെയാണ്. ദൂരെ നിന്ന് നോക്കുകയാണെങ്കിലും അടുത്തുനിന്ന് നോക്കുകയാണെങ്കിലും നബിതങ്ങളുടെ ആ ഹുസ്ന്, അവിടുത്തെ ആ ഭംഗിയും ജമാലും അത് അനിതര സാധാരണമാണ്, അതുല്യമാണ്. ഇബ്നു അബി ഹാലയുടെ ഹദീസിൽ കാണാം, യതലഅലഉ വജ്ഹുഹു തലഅലു അൽ ഖമരി ലൈലത്തുൽ ബദർ, പൂർണ്ണ ചന്ദ്രികയുടെ രാവിൽ, പൂർണ്ണ നിലാവിന്റെ രാവിൽ പൂർണ്ണ ചന്ദ്രൻ പ്രശോഭിക്കുന്നത് പോലെ, ജ്വലിക്കുന്നത് പോലെ നബി തങ്ങളുടെ മുഖം അത് സുന്ദരമായിരുന്നു.
ബദ്റു തമാം എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്നഹുൽ ബദ്റു ഫീ തമാമി. നമ്മൾ മൗലിദിൻ്റെ വചനങ്ങളിലൊക്കെ ഉണ്ടല്ലോ അന്നഹുൽ ബദ്റു ഫീ തമാമി. അൽ ബദ്റു ഫീ തമാമി എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചന്ദ്രൻ, പൂർണ്ണ നിലാവിനെ പോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം, അവിടുത്തെ സൗന്ദര്യം. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിശദമായ വളരെ പ്രശസ്തമായ പ്രവാചക വർണ്ണനയുണ്ടല്ലോ നബി തിരുമേനിയെ വർണ്ണിച്ചുകൊണ്ട്. അതിൽ അദ്ദേഹം അവസാനം പറയുന്നത് മൻ റആഹു ബദീഹത്തൻ ഹാബ വമൻ ഖാലതഹു മഅരിഫതൻ ഹബ്ബ. അള്ളാഹുവിൻ്റെ റസൂലിനെ ആരെങ്കിലും കണ്ടാൽ, പെടുന്നതിനെ കണ്ടാൽ അറ്റ് ദ ഫസ്റ്റ് സൈറ്റ് ഒരു പക്ഷേ ഒരു മഹാബത്ത് തോന്നും, ഒരു പേടി തോന്നും. അങ്ങനെ ഉണ്ടല്ലോ പലപ്പോഴും വിശ്വാസങ്ങളെ കണ്ട് മക്ക ഫതഹിൻ്റെ അന്ന് ആരോ സംസാരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒന്ന് വിറയാർന്ന് നിന്നുപോയി, നബിയുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിയാതെ. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഞാനൊരു രാജാവും നാടുവഴിയൊന്നുമല്ല, എന്നോട് ഇങ്ങനെയൊന്നും പേടിച്ച് ആരാണ്ട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കും പ്രാപ്യനായി. ആർക്കും അപ്രാപ്യരായിരുന്നില്ല അവിടെ നിന്ന്. എന്നിട്ട് അവരോട് പറഞ്ഞല്ലോ, കാഞ്ഞുലർന്ന കാരക്കയും ഉണക്ക റൊട്ടിയും തിന്നു വളർന്ന ഖുറൈശുകളുടെ ആട്ടിൻപറ്റങ്ങളെ മേയിച്ചു നടന്ന ഒരു ബാലനാണ് ഞാൻ, ആട്ടിടയനായി ജീവിച്ച ഒരു ബാലനാണ് ഞാൻ. ഖദീദ് തിന്ന, കാഞ്ഞുലർന്ന ഇറച്ചിക്കഷ്ണം തിന്ന, പിന്നെ ആടുമാടുകളെ കറന്നും മേച്ചും കറന്നും ജീവിച്ചു പോയ ഒരു ആമിനാൻ്റെ മോനാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു അവിടുത്തെ ആ ഒരു എന്താ പറയുക നോർമലൈസ് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളിൽ വൺ അമംഗ് യു, നിങ്ങളിൽ ഒരാളാണ്, എന്നെ നിങ്ങൾ അങ്ങനെ ഒരു അപ്രാപ്യനായ ഒരാളായിട്ട് കണ്ട് പേടിക്കൊന്നും വേണ്ട, എന്നോട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞവർക്ക് ധൈര്യം കൊടുത്തത് മക്കം ഫതഹിൻ്റെ ആ രംഗങ്ങളിൽ, സന്ദർഭങ്ങളിൽ ഒന്നിൽ പറയുന്നുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ് മൻ റആഹു ബദീഹത്തൻ ഹാബ, പെടുന്നതിനെ കാണുമ്പോൾ, പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഹൈബത്ത്, പേടി തോന്നും. എന്നാ വമൻ ഖാലതഹു മഅരിഫ, അടുത്തെറിഞ്ഞ് ഇടപെടുമ്പോൾ അഹബ്ബ, പിന്നെ രക്ഷല്ല, ആ സ്നേഹത്തിൽ വീണു പോകും, സ്നേഹിച്ചു പോകും. യു വിൽ ഫാൾ ഇൻ ലവ് വിത്ത് ഹിം എന്ന് പറഞ്ഞില്ലേ, അതാണ് വമൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബ. അറിഞ്ഞടുത്ത് പെരുമാറിയാൽ ഇഷ്ടപ്പെടുകയല്ലാതെ നിവൃത്തിയില്ല, ആ സ്നേഹത്തിൽ വീണുപോകും. ഇഷ്ടപ്പെടുകയേ പിന്നെ വേറൊരു ഓപ്ഷനില്ല. യഖൂലു നഅയ്തുഹു ലം മറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ല. അലി റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുകയാണ്, യഖൂലു നഅയ്തുഹു, നബി തങ്ങളെ നഅയ്ത് ചെയ്യുന്നവർ, വർണ്ണിക്കുന്നവർ പറഞ്ഞു പോകും, ഇതേ പറയുള്ളൂ, ലം മറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ല, നബി തങ്ങൾക്ക് മുമ്പോ നബി തങ്ങൾക്ക് ശേഷമോ അതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആരും പറഞ്ഞു പോകും എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയാം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപഭംഗി, അവിടുത്തെ സൗഷ്ഠവം, അംഗലാവണ്യം, ഇതൊക്കെ വർണ്ണിച്ച് പറയുന്ന എത്രയോ ഹദീസുകൾ. ഇനി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നാച്ചുറലായിട്ടുള്ള അവിടുത്തെ ആ ഒരു സെൻറ്റ്, അവിടുത്തെ ആ സുഗന്ധം, അവിടുത്തെ ആ പരിമളം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രകൃതിയാൽ തന്നെ, പ്രകൃതിയും പ്രഭാവവുമാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകൃതത്തിൻ്റെ തന്നെ പ്രഭാവം, നാച്ചുറലായിട്ട് തന്നെ ഇവിടുത്തെ ആ സുഗന്ധം, അതിനാണല്ലോ ഒരു മഹത്വമുള്ളതും. അത് വർണ്ണിക്കുന്ന കുറച്ച് ഹദീസും കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ, നീണ്ട വർഷങ്ങളോളം അവിടുത്തെ ഹാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു സാക്ഷ്യപ്പെടുത്തുന്നു, ഖാല അനസ് റളിയല്ലാഹു അൻഹു മാ ശമിംതു അംബറൻ ഖത്തു വലാ മിസ്കൻ വലാ ഷൈഅ അത്യബ മിൻ റീഹി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റീഹിനോളം, അവിടുത്തെ സുഗന്ധത്തോളം നല്ല ഒരു മിസ്കോ അംബറോ കസ്തൂരിയോ അംബർ സുഗന്ധമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, വാസനിച്ചിട്ടില്ല. ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം തന്നെ അനുഭവം പറയാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ ഖദ്ദ. ജാബിർ ഇബ്നു സമറ വളരെ ചെറുപ്പക്കാരനായ കുട്ടിയാണെന്ന്, ഒരു ബാലനാണ്, ബാല്യകൗമാര പ്രായത്തിലാണ്. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുക, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കവിള് നബി തങ്ങളൊന്ന് തൊട്ടു. ഖാല, അദ്ദേഹം പറയാ, ഫവജത്തു ലി യദിഹി ബർദൻ വരീഹ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങൾ കൊണ്ട് എൻ്റെ കവിളത്തൊന്ന് തൊട്ടപ്പോൾ വല്ലാത്തൊരു തണുപ്പ് എനിക്ക് അനുഭവവേദ്യമായി. ബർദൻ വരീഹ, വല്ലാത്തൊരു സുഗന്ധവും. കഅന്നമാ അഖ്റജഹാ മിൻ ജുനതി അത്താർ, ഒരു അത്തർ കച്ചവടക്കാരൻ അത്തറുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു അത്തറിൻ്റെ പാത്രത്തിൽ നിന്ന് കൈയെടുത്താൽ എങ്ങനെ ഉണ്ടാവുക, മേത്തരം അത്തറുകൾ സൂക്ഷിക്കുന്ന ഒരു അത്തർപാത്രം, ആ അത്തർപാത്രത്തിൽ ഒരാൾ കൈയിട്ട് കയ്യങ്ങെടുത്താൽ ആ കൈ എത്ര സുഗന്ധമുള്ളതായിരിക്കും, അതുപോലെയായിരുന്നു. ഖാല ഗൈറുഹു മസ്സഹാ ബിതീബിൻ ലം യമസ്സഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീബ് തൊടാതിരിക്കട്ടെ, തൊട്ടാലും തൊട്ടില്ലെങ്കിലും അർത്ഥം, അവിടുത്തെ കൈകൾക്ക് ആ ഒരു സുഗന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. യുസാഫിഹുൽ മുസാഫിഹ ഫയളല്ലു യൗമഹു യജിദു റീഹഹാ. നബി തങ്ങൾ ഒരാൾക്ക് കൈ കൊടുത്താൽ, ഷേക്ക് ഹാൻഡ് കൊടുത്താൽ, ഹാൻഡ് ഷേക്ക് ചെയ്താൽ, പിന്നെ ആ ദിവസം മുഴുവനും ആ കൈകളിൽ നിന്ന് ആ സുഗന്ധം പോകില്ല. ഫയളല്ലു യൗമഹു യജിദു റീഹഹാ വയളഉ യദഹു അലാ റഅസി സ്വബിയ്യി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ചില കുട്ടികളുടെയൊക്കെ തലയിൽ കൈവച്ച് ഇങ്ങനെ പോകുമല്ലോ, മദീനയുടെ തെരുവീതികളിലൂടെയൊക്കെ പോകുമ്പോൾ അങ്ങനെ കുട്ടികളുടെ തലകളിൽ, പ്രത്യേകിച്ച് യത്തീമക്കളൊക്കെ ആണെങ്കിൽ വിശേഷിച്ചും അവരുടെ തലകളിലൊക്കെ നബിതങ്ങളുടെ തിരുവരം വെക്കും. അങ്ങനെ നബിതങ്ങളൊരു കുട്ടിയുടെ തലയിൽ കൈവച്ചാൽ ആ കുട്ടി പിന്നെ നബിതങ്ങളുടെ സവിധത്തിൽ നിന്ന് എവിടെക്കെങ്കിലും പോയാലും മറ്റു കുട്ടികൾക്കിടയിൽ നിന്ന് ആ വാസന കൊണ്ട് തിരിച്ചറിയപ്പെടും നബിതങ്ങൾ തൊട്ട കുട്ടി. നബിതങ്ങളുടെ തിരുകരം സ്പർശിച്ച ആ തല അല്ലെങ്കിൽ ആ ശിരസ്, ആ കുട്ടി, അത് വേറെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വേറെ തന്നെ തോന്നും. വേറൊരു ഹദീസ് പറയാം, നമുക്കൊക്കെ സുപരിചിതമായ ഹദീസ്. വനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദാരി അനസിൻ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു റസൂലുള്ളാഹി ഉറങ്ങി. ഫഅരിഖ, റസൂലുള്ളാഹി വിയർത്തു. വകാന റസൂലുള്ളാഹി ശദീദൽ അറഖി ഇദാ നാം, നബി തങ്ങൾ ഉറങ്ങിയാൽ നന്നായിട്ട് വിയർക്കും. പക്ഷേ ആ വിയർപ്പ് ഒരിക്കലും ദുർഗന്ധമല്ലെന്ന് മാത്രമല്ല, അതിശക്തമായ സുഗന്ധമാണ് പുറപ്പെടുവിക്കുക. ഫജാഅത്ത് ഉമ്മുഹു, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റളാഅത്തിലുള്ള പിന്നെ എളാമ കൂടിയാണ്. റസൂലുള്ളാഹിന്റെ ഖാലത്താണ് മിനർ റളാ. റളാ എന്നുള്ള ഖാലത്ത് കൂടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃസ്ഥാനീയരാണ്. അപ്പോൾ അവിടുത്തെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഉറങ്ങി ഒരു ദിവസം. അപ്പോൾ ഉമ്മ വന്നു, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈം ബീവി വന്നു. ബിഖാറൂറത്തിൻ, ചെറിയ ഒരു ഡബ്ബയുമായി വന്നു, കുപ്പിയുമായി വന്നു. തജ്മഅ ഫീഹാ അറഖഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിയർപ്പിന്റെ കണം ആ കാറൂറത്തിൽ, ആ കുപ്പിയിൽ സംഭരിക്കാൻ വേണ്ടി, ശേഖരിക്കാൻ വേണ്ടി. ഫസാലഹ റസൂലുള്ളാഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതറിഞ്ഞു. അത് നബി തങ്ങൾ അറിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ പരിപാടി, എന്താണ് ചെയ്യുന്നത്, അങ്ങെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ബീവിയോട്, മുസ്ലിം ബീവിയോട്. ഫസാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ദാലിക ഫഖാലത്ത് നജഅലുഹു ഫീ തീബിനാ വഹുവ മിൻ അത്യബി തീബി ഇൻദനാ, ഇത് അങ്ങയുടെ വിയർപ്പാണ്, അത് ഞങ്ങളുടെ സുഗന്ധമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാനാണ്, ഞങ്ങളുടെ ഏറ്റവും മികച്ച സുഗന്ധമാണ് അങ്ങയുടെ ഈ വിയർപ്പ്, അല്ലെങ്കിൽ അങ്ങയുടെ വിയർപ്പ് കലർത്തുന്ന ഞങ്ങളുടെ സുഗന്ധം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു അദ്ദേഹത്തിന്റെ താരീഖുൽ കബീറിൽ, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യമുറു ഫീ തരീഖിഹി, നബി തങ്ങൾ ഒരു വഴിയിലൂടെ കടന്നു പോയാൽ ഫയത്ബഅഹു അഹദ്, ആരെങ്കിലും ഫോളോ ചെയ്ത വഴിയിലൂടെ പിറകെ വന്നാൽ, ഇല്ലാ അറഫ അന്നഹു സലകഹു മിൻ തീബി, ഒരു വഴിയിലൂടെ റസൂലുള്ളാഹി കടന്നു പോയ ഒരു വഴിയിൽ എപ്പോഴാണെങ്കിലും പിന്നൊരാൾ വരികയാണെങ്കിൽ മനസ്സിലാവും ആ ഇത് നബി തങ്ങൾ കടന്നു പോയ വഴിയാണ്. കാരണം റസൂലുള്ളാഹി പാസ് ചെയ്തു പോയ വഴിയിൽ ആ ഒരു തീബ് ഇങ്ങനെ തളം കെട്ടി നിൽക്കും. അത് സുഗന്ധം പൂശിയിട്ടുള്ളതല്ല എന്ന് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി പ്രത്യേകം പറയാം. അന്ന തിൽക കാനത്ത് റായിഹതഹു ബിലാ തീബ്, അത് റസൂലുള്ളാഹിന്റെ വിയർപ്പിന്റെ, റസൂലുള്ളാഹിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു പിന്നെ ഒരു സുഗന്ധം തന്നെയാണ്. ബിലാ തീബിന്, അത് ആർട്ടിഫിഷ്യലായി സുഗന്ധ ലേപനങ്ങൾ പുരട്ടിയിട്ടുള്ള തീബല്ല. ഇമാം മുസ്ലിം, ഇമാം ഹർബിയും ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അർദഫനി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഫഹു, നബി തങ്ങൾ ഒരിക്കൽ അവരുടെ യാത്രാവാഹനത്തിൽ ഒരിക്കൽ എന്നെ പിറകെയിരുത്തി. ഒരുപാട് ഹദീസുകൾ ഇങ്ങനെ ഒരുപാട് ആളുകളെ പിറകെയിരുത്തിയത് കാണാൻ കഴിയും. മഹാന്മാർ പറയുന്നുണ്ട്, മുഹദ്ദിസീങ്ങൾ ഏതാണ്ട് 40ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകിലിരുത്തിയതായി ഹദീസുകളിൽ വന്നത് ശേഖരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. 40ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൈഫം വറബൈൻ, റസൂലുള്ളാഹി ഫറസിന്റെ മുകളിലോ കുതിരന്റെ പുറത്തോ അത് കോവർക്കഴുതന്റെ പുറത്തോ ഒട്ടകത്തിന്റെ പുറത്തോ ഒക്കെ ആയിട്ട് യാത്രാവാഹനങ്ങളുടെ പിറകിൽ നബി തങ്ങളുടെ പിറകിൽ ഇരുത്തപ്പെട്ട സഹാബിമാർ 40ഓളം പേര്. പലപ്പോഴും കുൻതു റദഫൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് പല ഹദീസുകളിലും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്. അദ്ദേഹം പറയാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകിലായി, ഫൽതഖംതു ഖാതമൻ നുബുവ്വതി ബിഫമി, റസൂലുള്ളാഹിക്ക് അവിടുത്തെ 2 ചുമലുകൾക്ക് പിറകിലായിട്ട് ഖാതമുൻ നുബുവ്വ ഉണ്ടല്ലോ, അതിന്റെ ഒരു സീൽ ഉണ്ടല്ലോ, നുബുവ്വത്തിന്റെ സീൽ, അതിന്റെ വായ കൊണ്ട് ഞാനിങ്ങനെ ഇൽത്തഖമ എന്ന് പറഞ്ഞാൽ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ വായ വെച്ചു ഞാൻ. ഫകാന യനിമ്വാൻ അലയ്യ മിസ്ക, അപ്പോൾ അതിൽ നിന്നിങ്ങനെ അടിച്ചു വീശുന്നത് സുഗന്ധം, കസ്തൂരിയുടെ ഗന്ധം. ആ ഖാതമുൻ നുബുവ്വ എന്നുള്ള റസൂലുള്ളാഹിന്റെ ശരീരത്തിലെ ഒരു ഇറച്ചിയുടെ ഭാഗമാണ്, അവിടെ ദേഹത്തിന്റെ ഒരു ഭാഗമാണ്, അത് ജന്മനാ ഉള്ളതാണല്ലോ. അതിന്റെ ആകൃതിയൊക്കെ ഹദീസുകൾ, അതിന്റെ വലിപ്പവും അതിന്റെ സൈസും അതിന്റെ പിന്നെ ഇതൊക്കെ വന്നിട്ടുണ്ട് ഹദീസുകളിൽ. ഞാനിപ്പോൾ അത് വിശദീകരിക്കല്ല. അപ്പോൾ അതിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുന്നു എന്ന് പിറകിലിരുന്ന് അത് വായ കൊണ്ട് അത് ഗ്രഹിച്ച, അല്ലെങ്കിൽ വായ കൊണ്ട് അതിങ്ങനെ ചേർത്ത് പിടിച്ച ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷ്യം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിസർജ്യങ്ങളെക്കുറിച്ച് പോലും ഹദീസുകളിൽ വന്നത്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നത് സാമ്പിളിന് ഒരൽപ്പം പറയാം. ഒക്കെ പലപ്പോഴും നമ്മൾ കേട്ടത് തന്നെ ആയിരിക്കും, കേൾക്കാറുള്ളതുമാണ്. എന്നാലും ഇത് അതിൻ്റെ മഖാമാണല്ലോ, അതുകൊണ്ട് കുറച്ച് പറയാം. ഇമാം ഖാദി അയ്യാൽ തങ്ങൾ പറയാം, വഖദ് ഹക്കാ ബഅദുൽ മുഅ്തനീന ബി അഖ്ബാരിഹി വ ശമായിലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന ഇദാ അറാദ അൻ യതഗവ്വത ഇൻ ഷഖത്തിൽ അർളു
ഫബ്തലഅത് ഗായിതഹു വബൗലഹു. നബിതങ്ങൾ തഗവ്വുത്തിനോ തബവ്വുലിനോ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ അവിടെ അത്ഭുതം സംഭവിക്കും. ഭൂമി ഇങ്ങോട്ട് മുൻഷഖാവും, ഇൻഷഖത്തിൽ അർദ്, ഭൂമി ഇങ്ങ് പിളരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗായിത്ത് അല്ലെങ്കിൽ അവിടുത്തെ ബൗല്, അവിടുത്തെ മലമൂത്ര വിസർജ്യങ്ങൾ ഭൂമി വിഴുങ്ങും. വഫാഹത്ത് ലിദാലിക റായിഹത്തുൻ തയ്യിബ, അതിന് ദുർഗന്ധമില്ലെന്ന് മാത്രമല്ല അതിനുപോലും വല്ലാത്തൊരു സുഗന്ധം അടിച്ചു വീശുമായിരുന്നു എന്ന്. മുഹമ്മദ് ബിൻ സഅദ് കാത്തിബുൽ വാഖിദി ഈ വിഷയത്തിൽ ഖബർ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ആയിഷ ബീവി പറഞ്ഞു, ഇന്നക ലതഅതിൽ ഖലാ ഫലാ നറാ മിൻക ശൈഅൻ മിനല്ലദാ. നബി തങ്ങളെ അങ്ങ് ഖലായിൽ പോയി വന്നാൽ പിന്നെ ഞങ്ങൾ മാലിന്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ, അത് കഴിഞ്ഞ് അതിൻ്റെ വിസർജ്യങ്ങളോ മാലിന്യങ്ങളോ ഒന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ. ഫഖാല, നബി തങ്ങൾ, ഇത് വല്ലാത്ത അത്ഭുതകരമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ആയിഷ അവമാ അലിംതി അന്നൽ അർള തബ്തലിഉ മാ യഖ്റുജു മിനൽ അംബിയായി ഫലാ യുറാ മിൻഹു ഷൈ. അമ്പിയാക്കന്മാരുടെ കഥ അറിയില്ല ആയിഷ? അമ്പിയാക്കളിൽ നിന്ന് ഇങ്ങനെ വരുന്ന മലമൂത്ര വിസർജ്യങ്ങളൊക്കെ ഭൂമി വിഴുങ്ങുക, അത് ഭൂമിൻ്റെ സിസ്റ്റാണ്. മറ്റൊരു ഹദീസ് നമ്മൾ കേട്ടതാണല്ലോ, ഭൂമി ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. പൊതുവെ മനുഷ്യന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ ശേഷിപ്പ് അല്ലെങ്കിൽ പിന്നെ ഫിസിക്കൽ റിമൈൻസ് ബോഡി ഭൂമിയിൽ വെച്ചാൽ ഭൂമിയിൽ ദഹിച്ചു പോവുക ചെയ്യുക പൊതുവെ. എന്നാൽ അമ്പിയാക്കളുടെ ദേഹം ദഹിപ്പിക്കാൻ ഭൂമിക്ക് സമ്മതമില്ല. ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. അമ്പിയാക്കന്മാരുടെ ദേഹങ്ങൾ ദഹിപ്പിക്കാൻ, അത് കഴിക്കാൻ അത് ഭൂമിക്ക് മേൽ ഹറാമാക്കി. എന്നാൽ ഇതോ അമ്പിയാക്കളുടെ മലമൂത്ര വിസർജ്യങ്ങൾ, ബോഡി വേസ്റ്റ് എന്നൊക്കെ ആരോ പറഞ്ഞ് ആ മലമൂത്ര വിസർജ്യങ്ങൾ ഭൂമിയിലെത്തിയാൽ ആ ഭൂമി അത് വിഴുങ്ങുകയാണ്, ഭൂമി അത് സ്വാംശീകരിക്കുകയാണ്. അതിൻ്റെ ദുർഗന്ധം ഒട്ടുമില്ല എന്ന് മാത്രമല്ല, അത് സുഗന്ധമേ പിന്നെ അത് പുറപ്പെടുവിക്കൂ എന്ന്. വഹാദൽ ഖബർ വഇൻ ലം യകുൻ മഷ്ഹൂറ ഫഖദ് ഖാല ഖൗലുൻ മിൻ അഹ്ലിൽ ഇൽമി ബിതഹാറത്തി ഹാദൈനിൽ ഹദസൈനി മിൻഹു. അങ്ങനെ ചർച്ച ഖാദിയാൽ തങ്ങൾ നീട്ടിക്കൊണ്ടുപോവാണ്. വഹുവ ഖൗലു ബഅദുൽ അസ്ഹാബി ശാഫിഈ ഹകാഹുൽ ഇമാം അബൂ നസ്ർ ഇബ്നു സബ്ബാഹ് ഫി ഷാമിലി. അങ്ങനെ ഒരുപാട് ആ വിഷയത്തെ ചർച്ച ഇബ്നു അബൂബക്കർ ഇബ്നു സാബിഖ് അൽ മാലിക്കി, അദ്ദേഹത്തിൻ്റെ അൽ ബദിഅ ഫി ഫുറൂഇൽ മാലിക്കിയ, അങ്ങനെ ഒരുപാട് കിതാബുകളിൽ അദ്ദേഹം പറഞ്ഞിട്ട് അതൊക്കെ പറയുന്നത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൗലും വായിത്തും അതൊക്കെ വളരെ ത്വയ്യിബുർ റായിഹത്താണ് എന്നൊക്കെ. ഒമിന്നു ഹദീസ് അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഉണ്ടല്ലോ, ഖസൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഞാൻ കുളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ തിരു ജനാസ, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ തിരു ശരീരം ഞാൻ കുളിപ്പിച്ചു. ഫദഹബ്തു അൻദുറു മാ യകൂനു മിനൽ മയ്യിത്തി. സാധാരണ മയ്യത്തിൽ നിന്ന് ഇങ്ങനെ കുളിപ്പിക്കുന്ന സമയത്തിലൊക്കെ പലപ്പോഴും പല മാലിന്യങ്ങളും പുറത്തു വരാറുണ്ടല്ലോ. എന്നാൽ ഫലം അജിദ് ഷൈഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, തിബ്ത ഹയ്യം വ തിബ്ത മയ്യിത. നബി തങ്ങൾ ഹയാത്തായിരിക്കുമ്പോഴും നബിയെ അങ്ങ് ത്വയ്യിബാണ്, വ മയ്യിത അങ്ങ് മൗത്തിന്റെ ശേഷവും അങ്ങ് അത്വയ്യിബാണ്, അങ്ങ് ത്വയ്യിബാണ്. ഖാല വസതഅത് മിൻഹു റീഹുൻ ത്വയ്യിബ ലം നജിദ് മിസ്ലഹാ ഖത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദേഹം അവിടുത്തെ വഫാത്തിന് ശേഷം കുളിപ്പിച്ച അലി റളിയല്ലാഹു തആല അൻഹു പറയാം, ആ ദേഹത്തിൽ നിന്ന് ഇങ്ങനെ സുഗന്ധം അടിച്ചു വീശിയായിരുന്നു. അങ്ങനെ ഒരു സുഗന്ധം ഞങ്ങൾ വേറെ ഒടുന്നും അനുഭവിച്ചിട്ടില്ല. അത്ര അനുപമമായ നിസ്തുലമായ ഒരു സുഗന്ധം നബി തങ്ങളുടെ തിരുദേഹത്തിൽ നിന്ന് അവിടുത്തെ വഫാത്തിന് ശേഷവും ഇങ്ങനെ അടിച്ചു വീശുകയായിരുന്നു എന്ന് നബി തങ്ങളെ കുളിപ്പിച്ച അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സാക്ഷ്യം.